നമസ്കാരം. പണ്ടൊരു ചൊല്ലുണ്ട്, കോപം നമസ്കരിക്കുന്നവരെയും ശത്രുത മരിക്കുന്നവരെയും യൗവനം പ്രസവിക്കുന്നവരെയും മാനം യാചിക്കുന്നവരെയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ തീരാത്ത പക എന്ന് പറയുന്നുണ്ടോ? പെൺപക എന്നൊക്കെ പറഞ്ഞ വലിയ പകയാണ്. അതെന്തൊരു പകയാണ്? എൻ്റെ സുഹൃത്തിനൊരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തിൻ്റെ പുറത്ത് ജീവിതകാലം മൊത്തം മറ്റൊരാളിനെ ഞാൻ ശത്രുവായി കാണുകയും അവനിനി ഒരിക്കലും പൊങ്ങി വരണ്ട എന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്ന ഒരുപറ്റം വനിതാ മാധ്യമപ്രവർത്തകരെ ആണ് ഇന്നത്തെ വിഷയം. 26/2/2026 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വനിതാ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തങ്ങളുടെ സുഹൃത്തായ ഒരാളിനെ കയറി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഒന്നാമത്തെ പരാതിക്കാരി തന്നെ പരാതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യമനുസരിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളെല്ലാം നടക്കുകയാണ് ഉണ്ടായതെന്നും അതിനുശേഷം ഇവർ തങ്ങളിൽ ചെറിയ സൗന്ദര്യപ്പിണക്കമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ജനത്തിനറിയാം. ആ സൗന്ദര്യപ്പിണക്കത്തെ വലുതാക്കിയെടുത്തത് ആരാണെന്ന് കേരളത്തിലെ ജനത്തിനറിയാം. ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പകരം ഒരു സുഹൃത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സുഹൃത്ത് ശ്രമിക്കുന്നതിന് പകരം ആ സുഹൃത്തിൻ്റെ പ്രശ്നവും അവരുടെ ജീവിതവും വെച്ചിട്ട് പന്താടുകയും അത് വെച്ച് മാധ്യമ ചർച്ച നടത്തുകയും ചെയ്ത് അതിലൂടെ റേറ്റിംഗ് കൂട്ടുകയും ചെയ്ത ചേച്ചിമാരെല്ലാം കൂടി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ വളരെ ദേഷ്യം തോന്നിയൊരു സംഭവമാണിതുള്ളത്. ഒരാളിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അവൻ വേറെ ആരെങ്കിലും റേപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക. പോലീസുള്ള രാജ്യത്ത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ രാഹുൽ മാങ്കൂട്ടത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ? അല്ലെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എന്താ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്ര അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക്? കാരണം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞങ്ങൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്ന ഒരാളിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാണ് പറ്റുന്നത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അതല്ല. നിങ്ങളുടെ ഉദ്ദേശം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ കുറേ നാളായിട്ട് വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിലിരുന്ന് ആ വീടിന് വില ഇറങ്ങണ്ട, ഞങ്ങൾക്ക് അവനെ കാണണ്ട എന്ന് വെച്ചാൽ അവൻ്റെ ഫോട്ടോയും വീഡിയോയും അവൻ്റെ വാക്കുകളും പൊതുവേദിയിൽ സോഷ്യൽ മീഡിയയിൽ വരരുത്. ഇതാണ് നിങ്ങളുടെ ആവശ്യം. അവൻ പാലക്കാട് സ്ഥാനാർത്ഥി ആവരുത്. ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊറ്റ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കുള്ള ഉദ്ദേശം സുഹൃത്തിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമല്ല വനിതാ കൂട്ടായ്മയിലുള്ളവർ. നിങ്ങളുടെ ഉദ്ദേശം BJPയെയോ CPMനെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. രാഹുൽ മാങ്കൂട്ടം അവിടെ വരാതിരുന്നാൽ അവിടെ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരാതി എന്താണ്? തങ്ങളുടെ സുഹൃത്തായ പത്രപ്രവർത്തകയുടെ ഇരയായ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ഇരയെ അപമാനിക്കുന്നു. അതിന് ഈ ഖാർഗെ എന്ത് ചെയ്യാനാ? അതുപോലെ രാഹുലിൻ്റെ സുഹൃത്തുക്കളായ കോൺഗ്രസ്സുകാരും ഞങ്ങളുടെ സുഹൃത്തിനെയും ഞങ്ങളെ അപമാനിക്കുന്നു. ആ പരാതിക്കാരിക്ക്, ഒന്നാമത്തെ പരാതിക്കാരിക്ക് ആക്ഷേപമില്ല. ഈ പരാതിക്കാരിക്കല്ല ആക്ഷേപം, പരാതിക്കാരുടെ സുഹൃത്തുക്കളായിരിക്കുന്ന വനിതാ കൂട്ടായ്മയിലുള്ള നായികമാരായി പുറത്തേക്ക് വന്നിരിക്കുന്ന വനിതാ കൂട്ടായ്മയിലെ വനിതാ പത്രപ്രവർത്തകർക്കാണ് ഇതിനുള്ള പരാതിയുള്ളത്. രാഹുൽ കോൺഗ്രസ്സുകാരനല്ല. ഒരു മുറിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ ജീവിതകാലം മൊത്തം അടച്ചിരിക്കണം എന്നാണ് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ വനിതാ കൂട്ടായ്മ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തു കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരാൾ, എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്കും ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും അവർ തങ്ങളിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളിൽ ചിലരായ മാധ്യമപ്രവർത്തകർ, ആ നിങ്ങൾ ഇവർ തങ്ങളിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുകയോ അല്ലെ ഇവർ തങ്ങളിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നവരാണ്, വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മനസ്സിലാക്കിയ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് സൗഹൃദമുള്ള നിങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ച് ഒന്നാമത്തെ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടവും തങ്ങളുള്ള പ്രണയസാഫല്യമായി വിവാഹത്തിലേക്ക് എത്തിച്ചില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി വരാനുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ സുഹൃത്തായാലും ആരുടെ സുഹൃത്തായാലും നിങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കിട്ടുമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടമായി യാതൊരു ബന്ധവുമില്ലാതെ CPIക്കാരായി നിന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞതും ഈ സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ വനിതാ മുന്നേറ്റത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൂടെ പോകുന്ന ഒരു വനിതയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ദുഃഖങ്ങളെപ്പറ്റി അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അതിലൂടെ വാർത്ത സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും മുണ്ടപ്പള്ളിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അയാളുടെ നാട്ടിലുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിന് അയാൾ പോയിട്ടില്ല എന്നാണ് അത് മനസ്സിലാക്കുന്നത്. എല്ലാ വർഷവും അയാൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. ആ നാട്ടിലുള്ള എല്ലാവരും പോകുന്ന പെരിങ്ങനാട് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്ന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അവിടെ പോലും അയാൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടി ഈ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സജീവമായി FB പോസ്റ്റും മറ്റു രീതിയിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ അവൻ സംസാരിച്ചത് മുഴുവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ സംസാരിച്ചത് മൊത്തം വീണ പറ്റിയായിരുന്നു. ഈ വീണ ജോർജിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ ഇവർക്കുണ്ടായ കുത്തലിന് കാരണം എന്നുള്ളതാണ് സത്യം. ആ വാക്ക് അൺപാർലമെൻ്ററി ആണെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ പ്രശ്നം വീണ ജോർജിൻ്റെ ആദ്യത്തെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് വീഡിയോ സഹിത FB പോസ്റ്റ് ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ്. അപ്പോൾ മുതൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഈ 26/2/2026 പരാതി കൊടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതാണ്: നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പം നിങ്ങളോട് പറയാനുള്ള കാരണം അല്പം വിഷം വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുക. നിങ്ങളാകുമ്പോൾ വലിയ തെളിവൊന്നുമില്ലാതെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവൻ്റെ ഏർപ്പാട് തീരട്ടെ. അല്ലെ അവനെ നിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പറയുക. അല്ലാതെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ്സുകാരനല്ലാത്ത ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്തുള്ള ആരെങ്കിലും വെടിവെച്ച് കൊല്ലാൻ മല്ലികാർജ്ജുനയ്ക്ക് കഴിക്കുമോ? അല്ലെ അവരെ ഇപ്പോൾ ജയിലിടാൻ പറ്റുമോ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്ന ഒരാളാണെന്ന് വെക്കുക, അല്ലെ എന്നെപ്പോലെ വിചാരിക്കുന്ന പലരും ഉണ്ടെന്ന് വെക്കുക. അവരെല്ലാം വാ മൂടിക്കെട്ടാൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കഴിയുമോ? അവരെല്ലാം പിടിച്ച് ജയിലിടാൻ പറ്റുമോ? ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എന്ത് പറയണമെന്നും എന്ത് കഴിക്കണമെന്നും ഏത് രീതിയിൽ പെരുമാറണമെന്നുള്ള രാജ്യത്ത് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഒരു പ്രതിക്കും അവകാശപ്പെട്ടതാണെന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇല്ല. പിന്നെ നമ്മുടെ ജയിലുകൾക്ക് ആളിനെ കൊണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. കുറ്റം ചെയ്തത് ബോധ്യപ്പെട്ട് അപ്പോഴേ വെടിവെച്ച് വന്നാൽ പോരെ? കൊലപാതകളെ പോലും അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം പരാതികൾ കൊണ്ട് പോകുന്നതിന് സത്യം പറഞ്ഞ് നിങ്ങൾ ഉളുപ്പ് വേണം. ഉളുപ്പ് അതില്ലാതെ പോയതാണ് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആരും TP ചന്ദ്രശേഖരൻ്റെ വധം ഉണ്ടായപ്പോൾ 51 വെട്ടുവെട്ടി അയാളെ കൊന്ന സമയത്ത് അയാളുടെ ഭാര്യ രമയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? എന്തിന് അന്നൊന്നും നിങ്ങൾ ഈ പത്രപ്രവർത്തന മേഖല ഇല്ലായിരുന്നു എന്ന് പറയാം. 2012 ഇല്ലായിരുന്നു നിങ്ങൾ അവകാശപ്പെട്ടാൽ ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ മാസം 14 തീയതി മരിക്കപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അന്നിവിടെ നിങ്ങളുടെ ഈ പത്രപ്രവർത്തന മൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നോ? അവർ വനിതയല്ലായിരുന്നോ? ഇത്തരം സമീപനങ്ങൾ ഏത് പത്രപ്രവർത്തകയായാലും ചെയ്യാൻ പാടില്ല. ഇത് അങ്ങേയറ്റത്തെ നീതി നിഷേധത്തിൻ്റെ മറ്റു വശമാണ്. നിങ്ങൾ ഈ ഗാഡ്ഗെ വിചാരിച്ച് ഇത്രയും പേരെ ഈ പറഞ്ഞ രാഹുലിന് വേണ്ടി FB പോസ്റ്റിടുകയും മറ്റൊക്കെ ചെയ്യുന്ന രാഹുലിനോട് അനുകൂലിക്കുന്ന കോൺഗ്രസ്സുകാരെ എല്ലാം പാർട്ടിയിൽ ഡിസ്മിസ് ചെയ്തിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പിള്ളേർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റും? നിങ്ങളൊക്കെ പാർട്ടിയുടെ തണലിലാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലല്ലോ. ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ് ഞാൻ. തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത്, അല്ലാതെ ഇതേലത്തെ പണിയല്ല. അത് മാത്രമല്ല, രണ്ട് ജീവിതങ്ങൾ അകലാൻ പറ്റൂ എങ്കിൽ അതിനെ അകലത്തുകയല്ല വേണ്ടത് മാധ്യമപ്രവർത്തനം. അവരെ യോജിപ്പിച്ച് സ്നേഹത്തോടെ വിടാൻ പറ്റുമെങ്കിൽ അതാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തനം, അതാണ് പൊതുധർമ്മം, അതാണ് പൊതുബോധമുള്ളവൻ്റെ വ്യക്തിത്വം. അല്ല ഇത്തരം പരാതികൾ അയച്ചൊരുത്തനെ ഇങ്ങനെ ആക്കി തീർക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നന്ദി, നമസ്കാരം.